Hi all, welcome to Learnino. Chem Chemistry previous year questions discuss here. First question, the magnetic moment of a divalent ion in aqueous solution is 3.87 pm. The number of unpaired electron present in it. അപ്പോൾ magnetic moment തന്നിട്ടുണ്ട് ഒരു divalent ion-ന്റെ. അങ്ങനെയാണെങ്കിൽ number of unpaired electrons ആണ് ചോദിച്ചിരിക്കുന്നത്. Option A 4, option B 5, option C 3, option D 2 and option E 1. We can use spin-only magnetic moment formula. Mu is equal to root of n into n plus 2. നമുക്ക് n ആണ് കണ്ടുപിടിക്കേണ്ടത്. mu തന്നിട്ടുണ്ട് 3.87 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് n ന്റെ വാല്യൂസ് ട്രൈ ചെയ്ത് നോക്കിയാൽ മതിയാവും. നമുക്കിപ്പോൾ 3 എടുത്ത് ട്രൈ ചെയ്ത് നോക്കാം. 3 into 3 plus 2 is equal to root 15. It is approximately equal to 3.87 bm. അപ്പോൾ നമുക്ക് ഓരോ വാല്യൂസ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ ഇട്ട് നോക്കിയാൽ മതി നമുക്ക് n എത്രയാണ്. അപ്പോൾ ഇതിനകത്ത് n unpaired electrons ആണ് നമുക്കുള്ളത്. Then option C is the final answer, 3 unpaired electron. Okay. Next question, chromator is option A FeCrO4, B FeCr2O3, option C Cr2O4, option D FeCr2O4, option E Fe2Cr2O4. ഓക്കെ, അപ്പോൾ ക്രോമൈറ്റോർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്രോമൈറ്റോർ എന്ന് പറഞ്ഞാൽ FeCr2O4 ആണ്. ക്രോമൈറ്റോർ ഈസ് ദ മിക്സഡ് ഓക്സൈഡ് ഓഫ് അയൺ ആൻഡ് ക്രോമിയം. അയണിന്റെയും ക്രോമിയത്തിന്റെയും കൂടെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഓക്സൈഡ് ആണ് ക്രോമൈറ്റോർ എന്ന് പറയുന്നത്. അതിന്റെ കറക്റ്റ് ഫോർമുല FeCr2O4. സോ ഇറ്റ് ബിലോങ് ടു സ്പൈനൽ ഗ്രൂപ്പ് ഓഫ് മിനറൽസ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ, FeCr2O4. Which of the following pair of actinoids exhibit maximum oxidation state of +7? ഇതിനകത്ത് ഏത് actinoids ആണ് maximum oxidation state +7 എക്സിബിറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ തോറിയം ആൻഡ് പ്രൊട്ടാക്ടീനിയം, ഓപ്ഷൻ ബി ക്യൂറിയം ആൻഡ് ബെർക്കേലിയം, ഓപ്ഷൻ സി പ്രൊട്ടാക്ടീനിയം ആൻഡ് ഫെർമിയം, ഓപ്ഷൻ ഡി പ്രൊട്ടാക്ടീനിയം ആൻഡ് യുറേനിയം, ഓപ്ഷൻ ഇ നെപ്റ്റ്യൂണിയം ആൻഡ് പ്ലൂട്ടോണിയം. ഇതിൽ ഏത് പെയർ ഓഫ് ആക്ടിനോയിഡ്സ് ആണ് +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാക്സിമം തരുന്നത്? In the actinoid series, +7 oxidation state is shown mainly by neptunium and plutonium. ഇത് പഠിച്ചു വെച്ചേക്കുക. നെപ്റ്റ്യൂണിയവും പ്ലൂട്ടോണിയവുമാണ് +7 oxidation state തരുന്നത്. So option E is the correct answer. Then early actinoid തോറിയം, പിന്നെ അതുപോലെ തന്നെ പ്രൊട്ടാക്ടീനിയം, യുറേനിയം തുടങ്ങിയവരെ +4, +5, +6 വരെ തരത്തുള്ളൂ. Then നെപ്റ്റ്യൂണിയം ആൻഡ് പ്ലൂട്ടോണിയത്തിന് +7 വരെ എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് തരാനായിട്ട് പറ്റും. സോ ഓപ്ഷൻ ഇ ഈസ് ദ കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ ഒരു കോമ്പൗണ്ടിന്റെ IUPAC നെയിം ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ട്രിസ് ഈഥെയ്ൻ 1,2-diamine cobalt 3 sulfate, ഓപ്ഷൻ ബി bis ethane 1,2-diamine cobalt 3 sulfate, option C bis ethane 1,2-diamine cobalt 2 sulfate, option D tris ethane 1,2-diamine cobalt 2 sulfate, E tris ethylene 1,2-diamine cobalt 3 sulfate. അപ്പോൾ നമുക്ക് ഈ കോംപ്ലക്സ് ഒന്ന് എടുത്തെഴുതാം. ഇതാണ് നമ്മുടെ കോംപ്ലക്സ്. ഇതിലെ സെൻട്രൽ മെറ്റൽ ആറ്റം cobalt. Ligand En ആണ്. Ethane means ethane 1,2-diamine. It is a neutral ligand. നമുക്കറിയാം ethane 1,2-diamine is a neutral ligand. Then central metal atom is cobalt. കോബാൾട്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുക. കോബാൾട്ട് 2 into x plus 0. അപ്പോൾ എന്താണ് ഇത്? മൊത്തത്തിൽ ട്വൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 2 ആണ് ഇത്. ദെൻ കോബാൾട്ടിന്റെ അറിയത്തില്ല x, ന്യൂട്രൽ ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ 0 പ്ലസ് മൊത്തത്തിൽ 3 ഉണ്ട്. 3 into -2. ഓക്കെ, is equal to 0. That is 2x minus 6 is equal to 0. X is equal to +3. +3 ആണ് കോബാൾട്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. Then 3 En ligands ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ട്രിസ് എന്ന് പറയുന്ന വേർഡ് റൂട്ട് യൂസ് ചെയ്യാം. ട്രിസ് ഈഥെയ്ൻ 1,2-diamine. കോബാൾട്ട് എത്രയാണ്? +3. സോ കോബാൾട്ട് 3 കൗണ്ടർ അയോൺ എന്താണ്? സൾഫേറ്റ് ആണ്. സോ
അപ്പോൾ ഇവിടെ സൾഫേറ്റിന് -2 ഉണ്ട്, ഇട്ടിട്ടാണ് നമ്മളിവിടെ 0 കണ്ടുപിടിച്ചത്. അപ്പോൾ സൾഫേറ്റ് ഈസ് ദ കൗണ്ടർ അയോൺ. 3 ലിഗാൻഡ് ഉണ്ടായിരുന്നു, ട്രിസ്, മെറ്റൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3. സോ കറക്റ്റ് IUPAC name is tris ethane 1,2-diamine cobalt 3 sulfate. അപ്പോൾ ഫൈനൽ ആൻസർ ഈസ് ഓപ്ഷൻ എ, tris ethane 1,2-diamine cobalt 3 sulfate. അപ്പോൾ സെൻട്രൽ മെറ്റൽ ആറ്റം കണ്ടുപിടിക്കുക, അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുക, ലിഗാൻഡ് കണ്ടുപിടിക്കുക, ന്യൂട്രൽ ആണോ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, ദെൻ അത് കഴിഞ്ഞിട്ട് കൗണ്ടർ അയോൺ കണ്ടുപിടിക്കുക, അതിന്റെ പേര് എഴുതുക. പിന്നെ 2 3 ട്രിസ്, അങ്ങനെ ബൈ, ബിസ്, അങ്ങനെ നെയിം കൊടുക്കുക. ഓക്കെ. Then next question is, which of the following is an electron donating group? ഈ തന്നിരിക്കുന്നതിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആരാണ്? ഓപ്ഷൻ എ NO2, ഓപ്ഷൻ ബി CH3, ഓപ്ഷൻ സി COOH, ഓപ്ഷൻ ഡി CN, ഓപ്ഷൻ ഇ OC6H5. ഇതിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ, CH3. മീഥൈൽ ഗ്രൂപ്പ് ആണ് ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. അവർക്ക് +I ഇഫക്റ്റ് ആണുള്ളത്. കാരണം അവർക്ക് ആൽക്കൈൽ ഗ്രൂപ്പിന് ഇൻഡക്റ്റീവ് എഫക്റ്റ് കാരണം +I ഇഫക്റ്റ് ആണുള്ളത്. ബാക്കി എല്ലാവരും ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്. അത് പഠിച്ചു വെച്ചേക്കുക. NO2, COOH, CN, OC6H5 ഇവരെല്ലാവരും എന്താണ്, -I ഇഫക്റ്റും അതുപോലെ തന്നെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകളുമാണ്. CH3 ആണ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ CH3 കണ്ടു കഴിഞ്ഞാൽ ഓർക്കണം, ഇറ്റ് ഈസ് ദ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. ഓക്കെ. Next question, bromo ethane on treatment with sodium metal in dry ether solution gives. Bromo ethane sodium metalലുമായിട്ട് dry ether solution. അപ്പോൾ തന്നെ നമുക്ക് റിയാക്ഷന്റെ പേര് പിടികിട്ടിയിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് എന്താണ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് എന്താണ്? ഓപ്ഷൻ എ എഥനാൽ, ഓപ്ഷൻ ബി പ്രൊപ്പേൻ, ഓപ്ഷൻ സി N-butane, ഓപ്ഷൻ ഡി N-pentane, ഓപ്ഷൻ ഇ N-hexane. ഉഡ്സ് റിയാക്ഷൻ ആണ് ഇവിടുത്തെ റിയാക്ഷൻ വരുന്നത്. ഉഡ്സ് റിയാക്ഷൻ എന്താണ്? ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് വിത്ത് സോഡിയം ഇൻ ഡ്രൈ ഈതർ ഫോം ഹയർ ആൽക്കെയിൻസ്. അതായത് 2RX + 2Na gives RR + 2NaX. ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ബ്രോമോ ഈഥേൻ ആണ്. ബ്രോമോ ഈഥേൻ എന്ന് പറയുമ്പോൾ 2 കാർബൺ. അപ്പൊ 2 ബ്രോമോ ഈഥേൻ എടുക്കുക, 2 സോഡിയം എടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും? 2 ബ്രോമോ ഈഥേൻ ആകുമ്പോൾ ഇവിടെ 2 2 വരുമ്പോൾ 4 കാർബൺ വരും. 4 കാർബൺ ഉള്ള ഹയർ ആൽക്കെയിൻ ഏതാണ്? നോർമൽ butane ആണ്. So option C is the correct answer, normal butane. Then next question, the major product obtained in the dehydration of ethanol in the presence of H2SO4 at 413 Kelvin. അതായത് എഥനോളിന്റെ ഡീഹൈഡ്രേഷൻ സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസിൽ. അപ്പൊ മേജർ പ്രോഡക്റ്റ് എന്താണ്? ഓപ്ഷൻ എ എഥനോയിക് ആസിഡ്, ഓപ്ഷൻ ബി എഥനാൽ, ഓപ്ഷൻ സി ഈഥൈൻ, ഓപ്ഷൻ ഡി എത്തോക്സി ഈഥൈൻ, ഓപ്ഷൻ ഇ ഈഥൈൻ. Dehydration of ethanol depends on the temperature. 413 Kelvin എന്ന് പറഞ്ഞാൽ ലോ ടെമ്പറേച്ചറിലാണ്. ഇന്റർമോളിക്കുലർ ഡീഹൈഡ്രേഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ അവിടെ ഫോം ചെയ്യുന്നത് ഈതർ ആണ്. ഇനി 443 ഹയർ ടെമ്പറേച്ചർ ആണ്, അവിടെ ഇൻട്രാമോളിക്കുലർ ഡീഹൈഡ്രേഷൻ നടക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൽക്കീൻ ആണ്. അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്നത് 413 കെൽവിനിൽ നമ്മുടെ എന്താണ് C2H5OH സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസിൽ ഡീഹൈഡ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ഈതർ ആണ്. അതായത് നമ്മൾ 2C2H5 എടുത്തത് കൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നത് എഥോക്സി ഈഥൈൻ ആണ്. അതായത് ഡൈ ഈഥൈൽ ഈതർ ആണ്. സോ കറക്റ്റ് ആൻസർ ഈസ് എഥോക്സി ഈഥൈൻ. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ നോക്കണം. 443 ആയിരുന്നെങ്കിൽ ഇവിടെ ആൽക്കീൻ ആയിരിക്കും, അതായത് ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ആയിരിക്കും കിട്ടുന്നത്. 413 ആയതുകൊണ്ടാണ് ഇവിടെ ഈതർ കിട്ടിയത്. ഇപ്പോൾ ഡീഹൈഡ്രേഷൻ എഥനോൾ ആണ് ചോദിച്ചിരിക്കുന്നത്. അത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ലോ ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോഡക്റ്റ് ഫോംഡ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. അപ്പോൾ ഇവിടെ CH3 CH2 CH CH3 CH CH3ONa + C2H5Br. അപ്പോൾ ഇങ്ങനെ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഇവിടുത്തെ പ്രോഡക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. 2-ethoxy-3-methyl pentane, ഓപ്ഷൻ ബി 2-ethoxy-4-methyl pentane, ഓപ്ഷൻ സി 1-ethoxy-2-methyl pentane, ഓപ്ഷൻ ഡി 2-ethoxy-2-methyl pentane, ഓപ്ഷൻ ഇ 5-ethoxy-3-methyl pentane. ഏതാണ് ഇതിന്റെ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത്?
The reaction is Williamson ether synthesis. അതായത് ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് ഈതർ ആണ്. ആൽക്കോക്സൈഡ് അയോൺ ഈഥൈൽ ബ്രോമൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഈതർ ആണ്. അപ്പം നമുക്ക് ചോദിച്ചിരിക്കുന്ന ആ കോമ്പൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കിന് CH3CH2 CH ഒരു ബ്രാഞ്ച് ആണ് CH3 CH അഗൈൻ ബ്രാഞ്ച് OC2H5. നമ്മൾ ഓക്സിജൻ സൈഡ് എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ലോങ്സ്റ്റ് കാർബൺ ചെയിൻ നോക്കുമ്പോൾ 5 കാർബൺ പെൻറ്റേൻ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ബാക്കി 2 നമുക്ക് എന്താണ്, ബാക്കി ബ്രാഞ്ച് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്പറിങ് നോക്കാം. നിയറസ്റ്റ് O ഗ്രൂപ്പ് നമ്പർ കൊടുക്കുക. ദെൻ 1 2 3 4 5 ഇങ്ങനെ നമ്മൾ നമ്പർ കൊടുത്തു. എത്തോക്സി സെക്കൻഡ് കാർബണിലും മീഥൈല് തേർഡ് കാർബണിലുമാണ് വരുന്നത് നമ്പർ കൊടുക്കുമ്പോഴത്തേക്കും. സോ 2 എത്തോക്സി 3 മീഥൈൽ പെൻറ്റേൻ, അതായത് OC2H5 വെച്ചിട്ടാണ് നമ്മൾ നമ്പർ കൊടുത്തത്. അവിടെ 1 കൊടുത്തു, 2 3 4 5. അപ്പോൾ രണ്ടാമത്തെ കാർബണിലാണ് എത്തോക്സി ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. ഇതുമായിട്ടാണ് എത്തോക്സി ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആയി വന്നിരിക്കുന്നത്. മൂന്നാമത്തെ കാർബണിലാണ് മീഥൈൽ ഗ്രൂപ്പ് വരുന്നത്. സോ 2 എത്തോക്സി 3 മീഥൈൽ പെൻറ്റേൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ. Next question. Which of the following compound have highest boiling point? Boiling point high ആയിട്ടുള്ള compound ഏതാണ്? Option A normal butane, Option B propan 1-ol, Option C methoxymethane, Option D propanol, Option E acetone. ബോയിലിംഗ് പോയിന്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇന്റർമോളിക്കുലാർ ഫോഴ്സസ്. എപ്പോഴും ബോയിലിംഗ് പോയിന്റ് അതിന്റെ ഇന്റർമോളിക്കുലാർ ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആൽക്കഹോളിൽ നമുക്ക് OH ആണ്, അതുകൊണ്ട് തന്നെ സ്ട്രോങ് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടായതുകൊണ്ട് തന്നെ ഹൈ ബോയിലിംഗ് പോയിന്റ് ആണ്. ആൽഡിഹൈഡ് കീറ്റോണില് ഡൈപോൾ ഇന്ററാക്ഷൻ ആണുള്ളത്. ദെൻ ഈതേഴ്സില് വീക്കർ ഡൈപോൾ ആണുള്ളത്. ആൽക്കെയിൻസില് വീക്കസ്റ്റ് ലണ്ടൻ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതിനകത്ത് ആൽക്കഹോളിനാണ് ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് വരുന്നത്. കാരണം നോർമൽ ബ്യൂട്ടേന് വീക്ക് ഫോഴ്സ് ആണ്, മെത്തോക്സിമീഥേന് വീക്കർ ഡൈപോൾ ആണ്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ബ്യൂട്ടേൻ എന്ന് പറയുമ്പോൾ ആൽക്കെയിൻ വരും, ലണ്ടൻ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. മെത്തോക്സിമീഥേൻ വരുമ്പോഴത്തേക്കിന് ആൽക്കഹോൾ കീറ്റോ അങ്ങനെ വരുമ്പോഴത്തേക്കിന് വീക്ക് ഡൈപോൾ ആണ്. ഈതേഴ്സിൽ വീക്ക് ഡൈപോൾ ആണ്. പ്രൊപ്പനോൾ ആൻഡ് അസറ്റോളിൽ ഡൈപോൾ ഉണ്ട്. ആൽഡിഹൈഡും കീറ്റോണിലും മോഡറേറ്റ് ഡൈപോൾ ആണുള്ളത്. പ്രൊപ്പാൻ 1-ol എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ആൽക്കഹോൾ ആണ്. ആൽക്കഹോളിൽ OH ഉണ്ടായത് കൊണ്ട് തന്നെ സ്ട്രോങ്ങസ്റ്റ് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. സ്ട്രോങ്ങസ്റ്റ് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടായത് കൊണ്ട് തന്നെ ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ് ആണ്. അപ്പൊ എപ്പോഴും ബോയിലിംഗ് പോയിന്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇന്റർമോളിക്കുലാർ ഫോഴ്സസിലാണ്. അപ്പൊ OH വന്നത് കൊണ്ട് ഹൈഡ്രജൻ ബോണ്ടിങ് വന്നു. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആസിഡ് ഈസ് ഹൈലി അസിഡിക്? ഏറ്റവും അസിഡിക് ആയിട്ടുള്ള ആസിഡ് ഏതാണ്? ഫ്ലൂറോ അസറ്റിക് ആസിഡ്, ഓപ്ഷൻ ബി ഫോമിക് ആസിഡ്, ഓപ്ഷൻ സി ഡൈക്ലോറോ അസറ്റിക് ആസിഡ്, ഓപ്ഷൻ ഡി ബെൻസോയിക് ആസിഡ്, ഓപ്ഷൻ ഇ അസറ്റിക് ആസിഡ്. അസിഡിറ്റി ഇൻക്രീസസ് വിത്ത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അസിഡിറ്റി കൂടും. മോർ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ഉണ്ടെങ്കിലും സ്ട്രോങ് ആസിഡ് ആയിരിക്കും. മോർ നമ്പർ ഓഫ് സച്ച് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നല്ല സ്ട്രോങ്ങർ ആയിരിക്കും. അപ്പോൾ -I ഇഫക്റ്റും മോർ ഇലക്ട്രോനെഗറ്റീവ് ആറ്റവും ആണ് ഒരെണ്ണത്തിനെ സ്ട്രോങ്ങർ ആസിഡ് ആക്കുന്നത്. അസറ്റിക് ആസിഡ് വീക്ക് ആണ്, കാരണം CH3 ഈസ് ദ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണ്, നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വീക്ക് ആസിഡ്. ഫോമിക് ആസിഡ് സ്ലൈറ്റ്ലി സ്ട്രോങ്ങർ ആണ്. ബെൻസോയിക് ആസിഡ് മോഡറേറ്റ് ആണ്. ഫ്ലൂറോ അസറ്റിക് ആസിഡിനാണ് ഏറ്റവും കൂടുതൽ -I ഇഫക്റ്റ് വരുന്നത്, ഫ്ലൂറിൻ വരുന്നത് കൊണ്ട്. അതുകൊണ്ട് അത് സ്ട്രോങ് ആണ്. ഇനി ഡൈക്ലോറോ അസറ്റിക് ആസിഡ് വെരി സ്ട്രോങ് ആണ്, കാരണം ഇവിടെ ഒരു ഫ്ലൂറിനെ വരുന്നുള്ളൂ. ഇവിടെ എന്തുണ്ട്? 2 ക്ലോറിൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ -I എഫക്റ്റ് വളരെ സ്ട്രോങ് ആണ്. ഇവിടെ ഫ്ലൂറോ അസറ്റിക് ആസിഡിന് സ്ട്രോങ് ആണ്, പക്ഷെ അവിടെ ഒരു ഫ്ലൂറിനെ ഉള്ളൂ. ഇവിടെ വന്നപ്പോ ഡൈക്ലോറോ ആണ്, 2 ക്ലോറിൻ ഉണ്ട്. സോ ഡൈക്ലോറോ അസറ്റിക് ആസിഡ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ആസിഡ്. അപ്പോൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് -I ഇഫക്റ്റ്, ഫ്ലൂറിൻ ക്ലോറിൻ ബ്രോമിൻ ഒക്കെ വരുമ്പോൾ -I ഇഫക്റ്റ് കൂടുതലാണ്. അപ്പൊ ഇവിടെ നമ്പർ കൂടിയത് കൊണ്ടാണ് അവർ സ്ട്രോങ് ആസിഡ് ആവാനുള്ള കാരണം. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഹിൻസ്ബർഗ് റിയേജന്റ്? അപ്പോൾ ഇതിനകത്ത് ഹിൻസ്ബർഗ് റിയേജന്റ് ഏതാണെന്ന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ നൈട്രസ് ആസിഡ്, ഓപ്ഷൻ ബി എഥനോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, ഓപ്ഷൻ സി ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ്, ഓപ്ഷൻ ഡി 2,4-ഡൈനൈട്രോഫിനൈൽ ഹൈഡ്രസീൻ, ഓപ്ഷൻ ഇ അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ്. അപ്പോൾ ഹിൻസ്ബർഗ് റിയേജന്റ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്.
അപ്പോൾ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി അമീൻസിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനാണ് നമ്മൾ ഹെൻസ്ബർഗ് റിയേജന്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ബെൻസൈൽ സൾഫോണൈൽ ക്ലോറൈഡ് C6H5SO2Cl, ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് ആണ് ഹെൻസ്ബർഗ് റിയേജന്റ്. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.